ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ATH ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോബൽ ഗ്യാസസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോബൽ ഗ്യാസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യം നമുക്ക് എന്താണ് പീരിയോഡിക് ടേബിൾ നോക്കാം. നമുക്കറിയാം, നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെയധികം ടീഡിയസ് ആയിട്ടുള്ള ഒരു ജോബാണ്. ഇതിനെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരേ സ്വഭാവമുള്ള എലമെൻറ്റുകളെ നമ്മൾ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഈ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പുകളുണ്ട്, പീരീഡുകളുണ്ട്. നമുക്ക് എന്താണ് ഈ ഗ്രൂപ്പുകൾ, എന്താണ് പീരീഡ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. നമുക്ക് എന്താണ് ഗ്രൂപ്പ് എന്ന് നോക്കാം. ഇവിടെ നോക്കുക, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സ്ട്രീഷ്യം, ഫ്രാൻസിയം, ഇങ്ങനെ ഞാൻ വെർട്ടിക്കലായിട്ടുള്ള ഒരു കോളം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ വെർട്ടിക്കലായിട്ടുള്ള കോളത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്. ഇത് ഫസ്റ്റത്തെ ഗ്രൂപ്പാണ്. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സ്ട്രീഷ്യം, ഫ്രാൻസിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയും. രണ്ടാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോങ്ഷ്യം, ബേരിയം, റേഡിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ ഈ മൂന്നാമത്തെ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ 3, 4, 5, 6 അങ്ങനെ 12 ഗ്രൂപ്പ് വരെയുണ്ട്. ഈ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളെ വിളിക്കുന്ന പേരാണ്, പൊതുവെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ 13ാമത്തെ ഗ്രൂപ്പിനൊരു പ്രത്യേക പേരുണ്ട്, ദാറ്റ് ഈസ് ബോറോൺ ഫാമിലി. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം ഒന്നുമില്ല, ഇങ്ങനെ വെർട്ടിക്കലായിട്ട് താഴത്തേക്ക്. ഇത് ബോറോൺ ഫാമിലി. 14ാമത്തെ ഗ്രൂപ്പ് കാർബൺ ഫാമിലി. 15ാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ ഫാമിലി. 16ാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലി. 17ാമത്തെ ഗ്രൂപ്പ് നമ്മൾ ഹാലോജനുകൾ എന്ന് വിളിക്കും. 18ാമത്തെ ഗ്രൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നോബൽ ഗ്യാസസ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് 18 ഗ്രൂപ്പുകൾ നമ്മുടെ പീരിയോഡിക് ടേബിളിലുണ്ട്. പിന്നെ നമുക്ക് എന്താണ് പീരീഡ് എന്ന് നോക്കാം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കലായിട്ടുള്ള സാധനമാണെന്ന് പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഈ റോസ് ഇല്ലേ, ഇതിപ്പം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിനിയോൺ, ഇങ്ങനെ വെർട്ടിക്കലായിട്ടിന് പകരം ഹൊറിസോണ്ടലായിട്ടുള്ള ഈ റോസിനെ വിളിക്കുന്ന പേരാണ് പീരീഡുകൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിൽ 7 പീരീഡ് ഉണ്ട്. ഫസ്റ്റത്തെ പീരീഡ് ഇത്, സെക്കൻഡ് പീരീഡ്, തേർഡ് പീരീഡ്, ഫോർത്ത് പീരീഡ്, അങ്ങനെ 7 പീരീഡുകളുണ്ട്. അപ്പം ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നോബൽ ഗ്യാസസിലേക്ക് പോകാം. അപ്പം നോബൽ ഗ്യാസസ് ആ പേര് തന്നെ ഉണ്ട്. നമുക്കറിയാം, ഈ ശാസ്ത്രരംഗത്തൊക്കെ ഒരുപാട് എന്താ പറയുക മികവ് തെളിയിച്ച ആൾക്കാർക്ക്, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ച ആൾക്കാർക്ക് നമ്മൾ നോബൽ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്യാസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് വളരെയധികം സ്പെഷ്യലാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കാം. ഈ നോബൽ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അത് കെമിക്കലി ഇനേർട്ടാണ്. സോ അതുകൊണ്ടാണ് ഇതിന് നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഈ എലമെൻറ്റ്സ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല എന്ന് ഒരു ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ്, നമ്മുടെ എലമെൻറ്റ്സ്, നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ നമ്മളൊരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ വരികയാണെങ്കിൽ അത് പൊതുവേ സ്റ്റേബിളാണ്. ആറ്റം സ്റ്റേബിളായി നിൽക്കാൻ വേണ്ടിയാണ് സഹായിക്കുന്നത്. ഈ ആറ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ ഒന്നുമില്ല, ഇലക്ട്രോണുകളുടെ കൊടുക്കലും വാങ്ങലും, അതാണ് കെമിക്കൽ റിയാക്ഷൻ. ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു എലമെൻറ്റിൻ്റെ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോണുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഇലക്ട്രോണുകൾ എന്താ പറയുക, ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ, ഓർബിറ്റൽസ് ഈ ഷെല്ല് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല, കാരണം അത് സ്റ്റേബിളാണ്. അപ്പം ഈ സ്റ്റേബിലിറ്റി ഉള്ളതുകൊണ്ടാണ്, അതായത് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഷെൽസ് ഉള്ളതുകൊണ്ടാണ് നോബൽ ഗ്യാസസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തത്. ഇത് കെമിക്കലി ഇനേർട്ട് ആവാനുള്ള കാരണം അതുമാണ്. ഇനി നമുക്ക് ഈ നോബൽ ഗ്യാസസിലെ മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റെഡോൺ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിക് പ്രത്യേകത പറഞ്ഞു, ഇത് കെമിക്കലി ഇനേർട്ടാണ്. കാരണം ഇതിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഫുള്ളി ഫിൽഡാണ്. സോ അതുകൊണ്ട് ഇത് സ്റ്റേബിളാണ്. സോ അതുകൊണ്ട് ഇത് കെമിക്കൽ റിയാക്ഷൻസിൽ പങ്കെടുക്കില്ല. ഇലക്ട്രോണുകളെ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും തയ്യാറാവില്ല. മൂപ്പരവിടെ ഇങ്ങനെ വെറുതെ ഇനേർട്ടായിട്ട് നിൽക്കും. സോ അതാണ് നോബൽ ഗ്യാസസിൻ്റെ പ്രത്യേകത, കെമിക്കലി ഇനേർട്ടാണ്. നമുക്ക് ഓരോ ഗ്യാസിലേക്ക് കിടക്കാം.
ഹീലിയം എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക ലൈറ്റർ ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. നമ്മുടെ ഏറ്റവും ലൈറ്റർ ആയിട്ടുള്ള എലമെൻറ്റ് ഹൈഡ്രജൻ ആണ്. നമ്മൾ ഈ ഉത്സവ പറമ്പുകളിലൊക്കെ ഹൈഡ്രജൻ ബലൂണുകൾ കാണാറുണ്ട്. നമ്മൾ ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ ആകാശത്തിന് മുകളിലേക്ക് ഇങ്ങനെ പോകും. ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള എലമെൻ്റാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഹീലിയം. അപ്പം നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂൺ വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താ? ഒന്നുമില്ല, അത് വളരെയധികം ലൈറ്റർ ആയതുകൊണ്ടാണ്. ലൈറ്റർ ആയതുകൊണ്ട് തന്നെ, അതായത് നമ്മുടെ എയറിനെക്കാട്ടും ലൈറ്റർ ആയതുകൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, വിട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂൺ പോലെ തന്നെ ഹീലിയം ഗ്യാസ് നിറച്ചിട്ടുള്ള ബലൂണുകൾ നമ്മൾ ജസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ അത് ആകാശത്തിന് മുകളിലേക്ക് പോകും. അപ്പം ഈ എന്താ പറയുക, ആകാശ ചിത്രങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടും വ്യോമ നിരീക്ഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ബലൂണുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഹീലിയം ഗ്യാസ് നിറയ്ക്കാറുണ്ട്. സോ അതതിൻ്റെ ഒരു യൂസേജാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ഈ പിക്ചർ വെക്കുക. ഈ പിക്ചറിൽ ഹോപ്പ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് പ്രത്യേക തരത്തിലുള്ള ലൈറ്റിംഗ് ചെയ്തിട്ട് അറേഞ്ച് ചെയ്യാണ്. അതായത് നമ്മൾ ഈ എന്താ പറയുക, അഡ്വർടൈസിങ് ബോർഡുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വളരെ അടിപൊളിയായിട്ടുള്ള നിറങ്ങളിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ചുവപ്പ് കളർ നിറം വരുന്നില്ലേ, ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നിയോൺ ഗ്യാസാണ്. അതായത് ഈ നിയോൺ ഗ്യാസിലൂടെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അത് പ്രത്യേക തരത്തിലുള്ള ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും. ഒരു ഓറഞ്ച് ചുവപ്പ് കളറുള്ള ഒരു ലൈറ്റ് എമിറ്റ് ചെയ്യും. ആ ലൈറ്റാണ് നമ്മളിവിടെ കാണുന്നത് ചുവപ്പ് കളറിൽ. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഈ എന്താ പറയുക, അഡ്വർടൈസിങ് ബോർഡുകളിൽ ചുവപ്പ് നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നിയോൺ ഗ്യാസ് നിറച്ചിട്ടുള്ള ഇതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നമ്മളൊരു കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ലൈറ്റിംഗ് ബോർഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളതാണ് നമുക്ക് ഈ ലാമ്പുകൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പം ഇത് പൊതുവേ ഇതിൻ്റെ യൂസേജ് കുറവാണ്. കാരണം ഇത് വളരെയധികം ഊർജ്ജനഷ്ടം ഉണ്ടാക്കുന്ന ബൾബുകളാണ്. പൊതുവേ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. നമ്മൾ LED ബൾബുകളാണ് ഇപ്പോൾ പൊതുവേ യൂസ് ചെയ്യുന്നത്. സോ ഈ ബൾബുകളിലെ ഈ ബൾബിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ പോലുള്ള ഈ ഇനേർട്ടായിട്ടുള്ള ഗ്യാസുകൾ നമ്മൾ നിറയ്ക്കും. എന്തിനാണ്? അതായത് ഈ ബൾബിൻ്റെ എന്താ പറയുക, ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, നമുക്ക് ഈ ഫിലമെൻറ്റിലൂടെ ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് രണ്ട് പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഫിലമെൻറ്റിൻ്റെ ആയുസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഇനേർട്ടായിട്ടുള്ള ഗ്യാസ് നിറച്ചാൽ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൾബിൻ്റെ ഇൻറ്റേർണൽ പ്രഷർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ തരത്തിലുള്ള ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ പോലുള്ള ബൾബുകൾ എന്താ പറയുക, ഈ ഗ്യാസുകൾ ബൾബുകളിൽ നിറയ്ക്കാറുണ്ട്. ഇനി റഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം, ഈ റഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നോബൽ ഗ്യാസ് എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഇതൊരു ഇരുതലമൂർച്ചയുള്ള വാളാണ്. ഇത് റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവ് നമുക്കറിയാം. ഒരു വസ്തു റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ആ വസ്തു റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ആ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസ് നമുക്ക് ഹാംഫുൾ ആണ്. കാരണം അത് നമ്മുടെ സെല്ലുകളിൽ ചെന്നിടിച്ചിട്ട് നമ്മുടെ സെല്ലിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ സെല്ലിൻ്റെ പല കാര്യങ്ങളും അത് തകരാറിലാക്കും. സോ റേഡിയേഷൻ വളരെയധികം അപകടകരമാണ്. അപ്പം നമ്മൾ ഈ റഡോൺ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരു മെഡിക്കലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാം, ക്യാൻസർ എന്ന് പറയുന്നത് ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഗ്രോത്താണ്. സോ ഈ അൺകൺട്രോൾ ആയിട്ടുള്ള സെൽ ഗ്രോത്ത് കുറയ്ക്കാൻ വേണ്ടി, ആ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെറാപ്പിയിൽ നമ്മളെന്ത് യൂസ് ചെയ്യും, ഈ റേഡിയേഷൻ തെറാപ്പി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് റഡോൺ ആണ് യൂസ് ചെയ്യുന്നത്. സോ റഡോണിൻ്റെ ഒരു യൂസേജാണത്. ഇനി നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഈ നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത് ഇനേർട്ടാണ്. നോബൽ ഗ്യാസസ് ആർ കെമിക്കലി അൺറിയാക്റ്റീവ് ഡ്യൂ ടു ദെയർ ഫുൾ ഇലക്ട്രോൺ ഷെൽസ്. ഇത് 18ാമത്തെ ഗ്രൂപ്പിനാണ് നമ്മൾ നോബൽ ഗ്യാസസ് എന്ന് പറയുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് കോളം ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് ദേ ഹാവ് ഡൈവേഴ്സ് യൂസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോബൽ ഗ്യാസസിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ റഷായിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകളോ കാര്യങ്ങളോ ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ എൻ്റെ മിസ്റ്റേക്കുകൾ ചൂണ്ടിക്കാട്ടുക. താങ്ക് യു.